ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ചിക്കൻ സ്റ്റൂയുടെ റെസിപ്പി ആയിട്ടാണ്. ഇത് ഞാൻ ക്രിസ്മസിന് മുമ്പ് റെഡിയാക്കി വെച്ച വീഡിയോ ആയിരുന്നു, പക്ഷെ അപ്ലോഡ് ചെയ്യാൻ ലേറ്റ് ആയി പോയി. ഇനി സ്റ്റൂ ഉണ്ടാക്കുന്നതിന് വേണ്ടി 1.5 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുക്കാം. ചെറുതായി കട്ട് ചെയ്തെടുത്ത ചിക്കനിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1.5 ടീസ്പൂൺ കുരുമുളക് ഫ്രഷ് ആയിട്ടൊന്ന് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്ത് ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ഹീറ്റ് ചെയ്യാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 2 കഷ്ണം പട്ട, 1 തക്കോലം, 6 ഏലക്ക, 2 ബേ ലീഫ്, 5 ഗ്രാമ്പു, 1 ടീസ്പൂൺ കുരുമുളക് എന്നിവ ചേർത്ത് ഒന്ന് ചൂടാക്കി എടുക്കാം. ഇത് നന്നായി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു വലിയ സവാള സ്ലൈസ് ചെയ്ത് ചേർത്ത് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴന്നു വരുന്ന സമയത്ത് ഒരു മീഡിയം സൈസ് ഇഞ്ചി, 3 പച്ചമുളക്, 12 വെളുത്തുള്ളി എന്നിവ നീളത്തിൽ കട്ട് ചെയ്ത് ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് നന്നായി ഇത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് ഇതുപോലെ ഇളക്കി ചിക്കൻ ആ ഒരു കളർ ഒന്ന് മാറി വരുന്നത് വരെ വഴറ്റിയെടുക്കാം. ചിക്കൻ നല്ല വൈറ്റ് കളറായി കിട്ടുന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഫ്രഷ് ആയിട്ട് പൊടിച്ച ഗരം മസാല 1.5 ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ചിക്കനിലെ മസാലയൊക്കെ ഒന്ന് നന്നായിട്ട് പിടിച്ചു വരുന്ന സമയത്ത് ഇതിലേക്ക് തേങ്ങയുടെ 2 പാൽ ചേർത്ത് കൊടുക്കാം. 3 കപ്പ് തേങ്ങ മിക്സിയുടെ ജാറിലിട്ട് നന്നായി പിഴിഞ്ഞെടുത്ത പാലാണ്. 1 പാല് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് 2-3 തവണയായിട്ട് പിഴിഞ്ഞെടുത്ത പാല് 2 പാല് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊരു 4-5 കപ്പ് വരെ പാലുണ്ട്. അപ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് കവർ ചെയ്ത് വെച്ച് ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് അടച്ചു വെക്കുന്ന മൂടി എപ്പോഴും ഹോളുള്ള മൂടിയായിരിക്കണം. എന്നാലാണ് തേങ്ങാപ്പാല് തിളച്ചു ചാടി പോകാതിരിക്കുന്നത്. അപ്പോ ഇതൊന്ന് ലോ ഫ്ലെയിമിലിട്ട് ബാക്കിയുള്ള സമയം കൂടി കുക്ക് ചെയ്തെടുക്കണം. അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് ഒരു 1/4 ഭാഗം ചിക്കന്റെ വേവ് കറക്റ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 കിഴങ്ങ് നീളത്തിൽ കട്ട് ചെയ്തത്, ഒരു വലിയ ക്യാരറ്റ് നീളത്തിൽ കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കവർ ചെയ്ത് വെച്ച് ലോ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്തെടുക്കണം. ഇത് എല്ലാം കുക്കായി കിട്ടണം. അതായത് ചിക്കൻ, ക്യാരറ്റ്, കിഴങ്ങ് എന്നിവ കുക്കായി കിട്ടുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു 12 കാഷ്യൂസ് വെള്ളത്തിൽ സോക്ക് ചെയ്തത് നന്നായിട്ട് പേസ്റ്റ് ആക്കിയത് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായി തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് തേങ്ങയുടെ 1 പാല് ചേർത്ത് കൊടുക്കണം. 3 കപ്പ് തേങ്ങയുടെ 1 പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് തേങ്ങാപ്പാലാണുള്ളത്. അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കരുത്, ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി. ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റിവെക്കാം. ഇനി ഇതൊന്ന് താളിച്ചെടുക്കുന്നതിന് വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് ഹീറ്റ് ചെയ്തെടുക്കാം. ഹീറ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഒരു 15 ചെറിയുള്ളി ചെറുതായിട്ടൊന്ന് സ്ലൈസ് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇങ്ങനെ നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരുന്ന സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കറിയിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ സ്റ്റൂ റെഡിയായി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പാലപ്പത്തിന്റെ കൂടെയും ബ്രെഡ് സ്റ്റീം ചെയ്തതിന്റെ കൂടെയൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.